ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു വിഷയമുണ്ട്. നിങ്ങൾക്ക് എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും, മുമ്പിൽ മരണമാണ്, മുമ്പിൽ ഇനി ആത്മഹത്യ വഴിയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നൊരു ഘട്ടമുണ്ടല്ലോ, അത്ര വലിയ അപകടത്തിലാണെങ്കിലും അവിടെ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കുന്നൊരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ? ഇത് അള്ളാൻ്റെ വാഗ്ദാനമാണ്. ഇതുപോലെ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും നിങ്ങളെ അള്ളാഹു കൈപിടിക്കും. ഇത് പടച്ചോൻ്റെ വാഗ്ദാന. ഈ ദിക്ർ അല്ലേ മതി. ഏതാണ് ആ ദിക്ർ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. വളരെ കുറച്ച് സമയമാണ്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹൃദ്യമായ സമയങ്ങളായി ഇത് മാറണം. ഒരിക്കൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ഒരു പരാതിയും കൊണ്ടുവരികയാണ്. യാ അമീറൽ മുഅ്മിനീൻ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താണ് സഅദേ? ഞാൻ സലാം പറഞ്ഞിട്ട് ഉസ്മാൻ സലാം മടക്കുന്നില്ല റളിയല്ലാഹു അൻഹു. ഞാൻ സലാം പറഞ്ഞിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സലാം മടക്കണില്ല. അതൊരു പരാതിയായിട്ട് ഒന്ന് പറയാൻ. സലാം പറയൽ സുന്നത്തേ ഉള്ളൂ, മടക്കൽ എന്താ നിർബന്ധ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം മടക്കിയില്ല എന്ന് അമീറുൽ മുഅ്മിനീനായ ഉമറിനോട് വന്ന് പരാതി പറയാൻ റളിയല്ലാഹു അൻഹു. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ആരാണ്? ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺമക്കളെ, പൊൻതാരകങ്ങളെ വിവാഹം ചെയ്ത ദുന്നൂറൈൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. ഉസ്മാൻ, ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, സയ്യിദ് സലാം പറഞ്ഞിട്ട് നിങ്ങൾ മടക്കുന്നില്ലല്ലോ. സയ്യിദ് സലാം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല. ഞാനൊരു ഗാഢമായ ചിന്തയിലായിരുന്നു, അതുകൊണ്ടായിരിക്കും കേൾക്കാഞ്ഞത്. അപ്പം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സലാം പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അത്രമാത്രം വലിയൊരു ഗാഢമായ ചിന്ത എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതെ, എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു ദിക്ർ. നമുക്ക് നരകമോചനം ലഭിക്കാനും, കടം വീടാനും, പ്രതിസന്ധികൾ മാറാനും, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ, വലിയ വലിയ അസുഖമായിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയൊരു മനോഹരമായൊരു ദിക്ർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്നൊരു ഹദീസ്, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ ദിക്ർ കിട്ടണം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു പക്ഷേ അങ്ങനെ ആലോചിച്ച് ആ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴായിരിക്കും സഅദിൻ്റെ അടുത്തൂടെ നടന്നു പോയിട്ടുണ്ടാവുക. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. സഅദ് റളിയല്ലാഹുവിൻ്റെ പിണക്കമൊക്കെ മാറി, കുഴപ്പമില്ല, അറിയാഞ്ഞിട്ടല്ലേ. പക്ഷേ ആ ഹദീസ് ഏതാണെന്ന് എനിക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇപ്പോൾ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കാൻ കാത് കുറിപ്പിച്ച് നിൽക്കാൻ, ഏതാണ് ആ ഹദീസ്? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു അറാബി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, എല്ലാത്തിനും പരിഹാരമേകുന്നൊരു ദിക്ർ എന്താണ്? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഹിയ ദഅവതു അഖീ ദിന്നൂൻ, അതെൻ്റെ സഹോദരനായ യൂനുസ് ഇബ്നു മത്തായിയുടെ പ്രാർത്ഥനയാണ്. യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം, മത്തായിയുടെ പുത്രൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രബോധനത്തിന് അയച്ചു. ഒരൊറ്റ മനുഷ്യനും ഇസ്ലാമിലേക്ക് വന്നില്ല. വല്ലാത്ത സങ്കടത്തിലായിപ്പോയി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സങ്കടം സഹിക്കവയ്യാതെ ഇത്ര മോശപ്പെട്ട മനുഷ്യരുടെ അടുക്ക് നിൽക്കണ്ടല്ലോ എന്ന് കരുതി നാട് വിടാൻ തീരുമാനിക്കുകയാണ്. ഈ അമ്പിയാക്കൾക്കൊരു കുഴപ്പമുണ്ട്, അവർ അള്ളാഹ് അനുവാദം കൊടുത്തിട്ടല്ലാതെ ഏൽപ്പിക്കപ്പെട്ട നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. പക്ഷേ ഈ ജനങ്ങൾ അള്ളാഹ്ക്ക് നന്ദികേട് കാണിക്കുന്നല്ലോ എന്നുള്ള സങ്കടത്തിൽ മഹാനവറുകൾ നാട് വിടുകയാണ്. അങ്ങനെ തുറമുഖത്തെത്തി, കപ്പൽ കയറി. കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കാറ്റും കൂടും. എല്ലാവരും കേട്ട ചരിത്രമാണ്, അതുകൊണ്ട് ചുരുക്കി പറയട്ടെ. ശക്തമായ കാറ്റും കൂടും. അവിടെ ഉള്ള ഒരാൾ പറഞ്ഞു, ഏതോ ഒരു ദുർലക്ഷണം പിടിച്ചവൻ, അപലക്ഷണം പിടിച്ചവൻ നമ്മുടെ കൂട്ടത്തിൽ കയറിയിട്ടുണ്ട്, അവനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാറ്റും കൂടൊക്കെ റെഡിയാവും. എല്ലാവരുടെയും പേരെഴുതി നറുക്കിട്ടു. ആരുടെ പേരാണ് വീണത്? സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. ഞാൻ പ്രവാചകനാണ്, ഞാൻ അപലക്ഷണം പിടിച്ചവനല്ല. രണ്ടാമത് നറുക്കിട്ടു, മൂന്നാമത് നറുക്കിട്ടു. വീണതാരുടെ പേരാ? സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിടിച്ച് കടലിലേക്ക് ഇട്ടു. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. കടലിലേക്ക് എറിഞ്ഞപ്പോൾ തന്നെ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഒരു മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഴുങ്ങുകയാണ്. 3 ഇരുട്ടിനുള്ളിലാണത്രേ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. 3 ഇരുട്ട്. രാത്രിയുടെ ഇരുട്ട്, കടലിൻ്റെ അഗാധ ഗർത്തത്തിലുള്ള ഇരുട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിലെ ഇരുട്ട്. ഈ 3 ഇരുളിൻ്റെ ഉള്ളിലായിപ്പോയി സയ്യിദുനാ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാത്തു വസ്സലാം. മലക്കുകൾ പറയുന്നുണ്ട്, വാനലോകത്ത് നിന്ന് പടച്ചവനെ ഒരു ബലഹീനമായ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലാ, ബലഹീനമായൊരു ശബ്ദം.
അതിൻ്റെ അടിമയായ യൂനുസിൻ്റെ ദുആയാണ്, യൂനുസിൻ്റെ തസ്ബീഹാണ്. എവിടെ നിന്നാണ് അല്ലാഹ് യൂനുസ് തസ്ബീഹ് ചൊല്ലുന്നത്? അലൈഹിസ്സലാം കടലിൻ്റെ അടിയിൽ, ആഴത്തിൽ, കടലിൻ്റെ ആഴിയിൽ ഒരു മത്സ്യം വിഴുങ്ങിയിട്ടുണ്ട്. ആ മത്സ്യത്തിനകത്ത് നിന്നാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദിക്ർ ചൊല്ലുന്നത്. ഈ ദിക്റിൻ്റെ കാരണമായി യൂനുസിനെ രക്ഷിക്കണമല്ല മാലാഖമാർ പറയാൻ, അള്ളാഹു അനുവാദം കൊടുക്കാൻ. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അള്ളാഹു പറയാണ്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ സുന്ദരമായ പ്രാർത്ഥന കേട്ടുകൊണ്ട് യൂനുസ് നബിയെ നാം രക്ഷിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ കടലിൽ വീണാൽ രക്ഷപ്പെടും, വേണ്ട ഒരു ആഴമുള്ള പുഴയിൽ വീണാൽ നമ്മൾ രക്ഷപ്പെടും. എത്ര നീന്താൻ അറിയുമെങ്കിലും മനുഷ്യൻ പെട്ടുപോകും, ഇല്ലേ? ചുഴിയുള്ള പുഴയാണെങ്കിൽ. ആഴക്കടലിൽ വീണാലോ പറയാനുണ്ടോ? ആഴക്കടലിൽ ഒരു മത്സ്യം വിഴുങ്ങുക കൂടെ ചെയ്താലോ? വേറെല്ല ഓപ്ഷൻ ഉണ്ടോ? മരണം ഉറപ്പല്ലേ. പക്ഷേ നിങ്ങൾ ആത്മഹത്യയുടെ വക്കീലാണെങ്കിൽ പോലും, എത്ര വലിയ അപകട നിലയിലാണ് നിങ്ങളുള്ളതെങ്കിലും, എത്ര വലിയ മാറാരോഗമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും, ഏറ്റവും വലിയ അപകട സോണിലാണ് നിങ്ങളുള്ളതെങ്കിലും, ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചാൽ അള്ളാഹു നിങ്ങളെ രക്ഷിക്കും. ഏതായിരുന്നു ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അല്ലാഹ് സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണല്ലാ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹ് ഇന്നി കുൻതു മിനദ്ദാലിമീൻ, നിശ്ചയം ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്ത അക്രമികളിൽ പെട്ടുപോയി. റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ എന്ന ഈ സുന്ദരമായ ആശയം വരുന്ന പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. നിങ്ങൾക്ക് മക്കളില്ലേ? കച്ചവടത്തിൽ നഷ്ടമായോ? കടബാധ്യതകൾ കൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണോ? ഏറ്റവും വലിയ മാരകമായ രോഗം ക്യാൻസർ നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തു പ്രയാസത്തിലാണ് നിങ്ങളുള്ളതെങ്കിലും പ്രതീക്ഷ കൈവിടല്ലേ. യൂനുസ് നബിയെ ഓർക്കണം. അതല്ലേ അള്ളാഹ് പറഞ്ഞത്? പറഞ്ഞെന്താ? ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇതുപോലെ മുഅ്മിനീങ്ങളെയും നാം രക്ഷിക്കും. ഇതുപോലെ ഖുർആനിൽ അല്ലാഹ് പറയാ, യൂനുസ് നബിയെ ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിച്ചതുപോലെ മുഅ്മിനീങ്ങളെ ഇതുപോലെ രക്ഷിക്കും. അപ്പോൾ മുഅ്മിനീങ്ങളാകണം നമ്മളില്ലേ? ഉറച്ച് വിശ്വസിക്കണം, അള്ളാഹു കൈവിടൂല. നാളെ ജപ്തിയാണെങ്കിൽ എനിക്കതിനു മുമ്പുള്ള വഴി റബ്ബ് തരുമെന്ന്, തരുമോ ഇല്ലയോ എന്നിങ്ങനെ ആടിയുള്ള വിശ്വാസമല്ല, ഉറപ്പ് എൻ്റെ റബ്ബ് എനിക്ക് തരും. എൻ്റെ റബ്ബെല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ തമ്പുരാനാണ്, അവൻ തരും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. ആശയമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തൗബ എന്നോണം ഇത് പതിവാക്കിക്കോളൂ. എല്ലാ വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര, ഏറ്റവും നല്ല തഹജ്ജുദിന് ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര, എത്ര എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും ഇത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹം റബ്ബിൻ്റെ മുമ്പിലേക്കൊന്ന് സമർപ്പിച്ച് നോക്കിയേ, അള്ളാഹു എളുപ്പമാക്കി തരും. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് എങ്ങാനും ഈ തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കടലിൻ്റെ ഉള്ളിൽ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കിടന്നേനെ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക്, യൂനുസ് നബി ഖിയാമത്ത് നാൾ വരെ വയറ്റി കിടന്നേനെ മത്സ്യത്തിൻ്റെ. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? ഈ ദിക്ർ കൊണ്ടാണ്. നമ്മൾ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? വകദാലിക നുൻജിൽ മുഅ്മിനീൻ, നമ്മളെയും ഇതുപോലെ രക്ഷിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചതല്ലേ. ഇനി മുതൽ നോ ടെൻഷൻ, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, എല്ലാം ശരിയാകും. നമ്മൾ പ്രയത്നിക്കണം കേട്ടോ, മരുന്ന് കഴിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. കടണ്ട് ഇരുന്ന് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അതിനുവേണ്ടി പ്രയത്നിക്കണം കടം വീടാൻ. ഈ ദിക്ർ കൂടെ ചൊല്ലണം, അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും. അപ്പോൾ എന്ത് പ്രയാസത്തിനും എന്ത് ബുദ്ധിമുട്ടിലാണോ നിങ്ങളുള്ളത്, ഈ ദിക്ർ മുടങ്ങാതെ പതിവാക്കിക്കോളൂ, അള്ളാഹു കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ സ്വബാഹുൽ ഖൈറിൽ ഇത് ഏറ്റവും വലിയ പോസിറ്റീവ് ചിന്തയല്ലേ. അതായത് ഒരിക്കലും ഡിപ്രഷനിലേക്ക് ഈമാനുള്ളവർ പോകില്ല, ഒരിക്കലും ഒരു സങ്കടപ്പെട്ടിരിക്കേണ്ട അവസ്ഥ ഈമാനുള്ളവർക്ക് ഉണ്ടാകില്ല. കാരണം എന്താ? അള്ളാഹ് കൂടെ ഉണ്ട്. കടലിൻ്റെ അടിയിൽ മത്സ്യം വിഴുങ്ങിയിട്ട് പോലും ഒരു മനുഷ്യൻ സങ്കടപ്പെട്ട് തളർന്നിരുന്നിട്ടില്ല. അള്ളാഹ് കൈവിടൂല എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഡിപ്രഷനാ, എന്ത് സങ്കടം, എന്ത് നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത്? ഫുൾ പോസിറ്റീവ് മൈൻഡാണ്. അള്ളാഹു കൂടെ ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. പതിവാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്.